മറ്റു പല ക്ഷേത്രങ്ങളിലും തന്ത്രിയോ ആരാണോ പ്രതിഷ്ഠ നടത്തുന്നത് ആ ആൾ പറയുന്നതാണ് അവിടുത്തെ ആചാര രീതി, അല്ലെങ്കിൽ ആ പറയുന്നതാണ് അവിടുത്തെ പടിത്തരം. എന്നാൽ ശബരിമലയെ സംബന്ധിച്ച് പലപ്പോഴും പന്തളം കൊട്ടാരം ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് എന്താണോ തനിക്ക് വേണ്ടത് എന്നത് അയ്യപ്പൻ തന്നെ പറഞ്ഞു വെച്ചിട്ട് അത് ചിട്ടപ്പെടുത്തിയിട്ട് പോയി എന്നാണ്. അത് അണുവിടാതെ പിന്തുടരുകയാണ് പന്തളം കൊട്ടാരം. നമുക്ക് വലിയൊരു ഒരു പക്ഷെങ്കിൽ ശബരിമല തീർത്ഥാടനം കൊണ്ടൊരു ഭക്തൻ ഉള്ളിലേക്ക് എടുക്കേണ്ട ഭൗതികമായ ഗുണങ്ങൾ എന്തൊക്കെയാണോ ആ ഗുണങ്ങളുടെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായി നമുക്ക് പന്തളം കൊട്ടാരത്തെ കൂടി കാണാമെന്ന് തോന്നുന്നു. പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുള്ള പോലെ മധുരയിലെ വലിയ കോട്ടകൊത്തറങ്ങളുള്ള മധുരയിലെ പാണ്ഡ്യ രാജവംശമാണെങ്കിൽ പിന്നീട് പന്തളത്തേക്ക് വന്ന് ഒരു ലഘുജീവിതം എങ്ങനെ നയിക്കണമെന്ന് പലപ്പോഴും കാട്ടിത്തന്നത് അതിൻ്റെ ഒരു പ്രതീകമായി മണികണ്ഠകുമാരന് കൂടി മാറുന്നു. അപ്പോൾ എന്തായാലും ഈ സമയത്ത് പന്തളം കൊട്ടാരത്തെ നമുക്ക് സ്മരിക്കാതെ തിരുവാർണ പേടകത്തിലേക്കും തിരുവാർണ ഘോഷയാത്രയിലേക്കും അയ്യപ്പനിലേക്കും ഒന്നും പോകാൻ സാധിക്കില്ലല്ലോ. പന്തളം കൊട്ടാരത്തെ പറ്റി പറയുമ്പോൾ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മാറ്റി നിർത്താനാവാത്ത തരത്തിൽ ഇഴചേർന്ന ബന്ധമാണ് പന്തളം കൊട്ടാരത്തിനുള്ളത്. ആ പന്തളം കൊട്ടാരത്തെ പറ്റി പറയുമ്പോൾ തന്നെ ഈ കൊട്ടാരത്തിന് ഇത്തരത്തിൽ ശബരിമലയുടെ അല്ലെങ്കിൽ മണികണ്ഠകുമാരൻ്റെ ആ പിതൃസ്ഥാനീയത്വം വഹിക്കുവാനായ ആ ഒരു ഭാഗ്യം കൈവന്നതിന് പിന്നിലും ഒരു ചരിത്ര നിയോഗം തന്നെയുണ്ട്. കാരണം മധുര ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യദേശവംശത്തെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ വളരെക്കാലം ദീർഘനാൾ ഒരു സാമ്രാജ്യം അടക്കി ഭരിച്ചിരുന്ന ആയിരക്കണക്കിന് വർഷങ്ങളോളം ആ സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ച് യുദ്ധത്തിലൂടെയും ആർഭാട ജീവിതത്തിലൂടെയും ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ രാജ്യഭരണം കയ്യാളിയിരുന്ന ഒരു രാജപരമ്പരയാണ് പാണ്ഡ്യദേശവംശം. മാത്രമല്ല 182 അടി ഉയരമുള്ള 45,000-ഓളം സങ്കീർണങ്ങളായ കൊത്തുപണികളുള്ള മഹാഗോപുരങ്ങൾ അടങ്ങിയ 9 മഹാഗോപുരങ്ങൾ അടങ്ങിയ മധുര മീനാക്ഷി ക്ഷേത്രം. ആർക്കും കണ്ടാൽ അത്ഭുതം തോന്നുന്ന കൊത്തുപണികളുള്ള ഗോപുരങ്ങളോടുകൂടിയ ക്ഷേത്രം കൊട്ടാരമൊക്കെ നിർമ്മിച്ച ആളുകളാണ്. അതെ, അത്തരത്തിൽ 9 മഹാഗോപുരങ്ങൾ അടങ്ങിയ അതിൻ്റെ പ്രധാന ഗോപുരത്തിന് 182 അടി പൊക്കവും 45,000-ഓളം വ്യത്യസ്തങ്ങളായ ശില്പവേലകളും 1000 കാൽ മണ്ഡപവും സ്വർണ്ണത്താമരയടങ്ങിയ വലിയ ഒരു ക്ഷേത്ര സമുച്ചയം പണികഴിപ്പിക്കാൻ ഇന്നത്തെ സങ്കീർണങ്ങളായ വാസ്തുവിദ്യാ ഉപകരണങ്ങളൊന്നുമില്ലാതിരുന്ന കാലത്ത് വെറും ഉളിയും കൊട്ടുവടിയും കൊണ്ട് മാത്രം ചെയ്യുന്ന ശില്പവേലകൾ ചെയ്യുന്ന തച്ചന്മാരും ശാസ്ത്ര വിദഗ്ധന്മാരും ശില്പികളും ഉണ്ടായിരുന്ന കാലത്ത് അത്തരത്തിലൊരു വലിയ അത്ഭുതം തന്നെ സൃഷ്ടിക്കാൻ, അതുപോലെ തന്നെ രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കാൻ, എന്നും യുദ്ധങ്ങൾ കൊണ്ട് അതിർത്തി സംരക്ഷിക്കുവാൻ, സൈനിക ശേഷി വർദ്ധിപ്പിക്കുവാനൊക്കെ ശ്രമിച്ചിരുന്ന ഏതു തരത്തിലുള്ള ചെറുത്തുനിൽപ്പിനെയും നേരിടുവാൻ തക്കവണ്ണം പ്രാപ്തമായ ഒരു സാമ്രാജ്യത്തിലെ ചെമ്പഴന്നൂർ ശാഖയാണ് മധുര ഉപേക്ഷിച്ച് ഈ ആർഭാട ജീവിതവും അത്തരത്തിലുള്ള സുഖഭോഗങ്ങളും യുദ്ധങ്ങളും രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കലും ഒന്നുമല്ല ലോകത്തിന് അടിസ്ഥാനമായിട്ട് വേണ്ടത്. ഉയർന്ന ചിന്താഗതിയും വിശാല കാഴ്ചപ്പാടും ലളിത ജീവിതവും നയിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു വിഭാഗമാണ് മധുര ഉപേക്ഷിച്ചത്. വളരെ ലാഘവത്തോടുകൂടി യുദ്ധത്തെ പേടിച്ച് ഓടിപ്പോകുന്നവരാണ് എന്ന് പറയുമെങ്കിലും യുദ്ധത്തെ പേടിയല്ല, യുദ്ധത്തിനോടുള്ള യഥാർത്ഥ ബോധമാണ്. ഭയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ വകതിരിവാണ്. ഭയം എന്ന് പറയുന്നത് അഗ്നിയോടുള്ള ഭയം, അഗ്നിയെ കൈകാര്യം ചെയ്യാനുള്ള സൂക്ഷ്മതയാണ്. ഭയപ്പെട്ട് ഓടിപ്പോകുന്നവരല്ല, അതിനെ വെറുക്കപ്പെട്ട്. ഇതല്ല ലോകത്തിന് ആവശ്യം. ലോകത്തിന് വേണ്ടത് ശാശ്വത ശാന്തിയും സമാധാനവുമാണെന്ന കാഴ്ചപ്പാടുള്ള വിശാല ചിന്താഗതിയുള്ള ഒരു വിഭാഗം, ഒരു ശാഖയാണ് ചെമ്പഴന്നൂർ ശാഖ. അവർ മധുര ഉപേക്ഷിച്ച് വിവിധ സ്ഥലങ്ങളിൽ അവരുടെ താവളം ഉറപ്പിച്ചു. ചെങ്കോട്ടയിൽ വന്നു, തെങ്കാശിയിൽ വന്നു, മുരിങ്ങമംഗലത്ത് വന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് അവരുടെ രാജധാനികൾ, അവരുടെ ഇടത്താവളങ്ങൾ സ്ഥാപിച്ച് ഓരോ സ്ഥലങ്ങളിലും ഓരോരോ തരത്തിൽ അവരുടെ ശാന്തിയെയും സമാധാനത്തെയും ഹനിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ചിലയിടത്ത് വെള്ളപ്പൊക്കമായിരിക്കും, പ്രകൃതിക്ഷോഭമായിരിക്കും, അല്ലെങ്കിൽ മലയിടിച്ചിൽ, കാട്ടുമൃഗങ്ങളുടെ ആക്രമണമായിരിക്കും, അല്ലെങ്കിൽ കള്ളന്മാരുടെ ആക്രമണമായിരിക്കും, മറവപ്പടയുടെ ആക്രമണമായിരിക്കും. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലെയും ഓരോരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ അവർ തേടിപ്പോയത് ശാശ്വത ശാന്തിയും സമാധാനവുമാണെങ്കിൽ അങ്ങനെ പല തലങ്ങളിൽ പല ഇടങ്ങളിൽ താവളങ്ങൾ മാറ്റി അവസാനം എത്തിച്ചേർന്ന് രാജധാനി സ്ഥാപിച്ച ഇടമാണ് ഇന്ന് നാം കാണുന്ന ഈ പന്തളം.
ഈ പന്തളം എന്ന് പറയുമ്പോൾ ഈ ചെങ്കോട്ടയും തെങ്കാശിയുടെ അതിർത്തി വരെ നീണ്ടു നിൽക്കുന്ന ഇന്നത്തെ പത്തനംതിട്ട ജില്ലയും ആലപ്പുഴയും ഇടുക്കിയും കൊല്ലത്തിൻ്റെയും ഭാഗങ്ങളടങ്ങിയ തമിഴ്നാടിൻ്റെ ചെങ്കോട്ട വരെ എത്തി നിൽക്കുന്ന ഒരു വിശാലമായ ഭൂപ്രദേശത്തിന് ഉടമകൾ, ശബരിമല ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തിൻ്റെ ഒരു രാജധാനിയാണ് അവർ പന്തളത്ത് സ്ഥാപിച്ചത്. ഈ പന്തളത്ത് രാജധാനി സ്ഥാപിച്ച് താവളം ഉറപ്പിച്ച ശേഷം വേറെ എങ്ങോട്ടും അവരുടെ സങ്കേതം അല്ലെ അവരുടെ തലസ്ഥാനം മാറ്റിയിട്ടില്ല. അപ്പോൾ ലോകത്തിൽ അവർ ഈ ലളിത ജീവിതവും ഉയർന്ന ചിന്താഗതിയും വിശാല കാഴ്ചപ്പാടുമുള്ള ഒരു സമൂഹം അവിടുന്ന് പലായനം ചെയ്ത് പ്രവാസം ചെയ്തെത്തി അവരുടെ പല സ്ഥലങ്ങളിലെ ഇടത്താവളങ്ങൾ മാറ്റി അവിടുത്തെ പ്രശ്നങ്ങളെ അതിജീവിച്ച് ലോകത്ത് ഏറ്റവും ശാന്തിയും സമാധാനവും ലഭിക്കുമെന്ന് അവർ കണ്ടെത്തി രാജധാനി സ്ഥാപിച്ച ഇടമാണ് പന്തളം. ആ പന്തളത്തിലാണ് ലോകത്തിന് മുഴുവനും ശാന്തിയും സമാധാനവും സർവധർമ്മ സമഭാവനയുടെയും സന്ദേശം പകർന്നു നൽകുവാൻ കലിയുഗത്തിൻ്റെ അവതാരം പിറവി കൊണ്ട് അവതാര ലീലകളാടി ആ അവതാര ലീലകളുടെ പൂർത്തീകരണത്തിന് ശേഷം സർവധർമ്മ സമഭാവനയുടെ സന്ദേശം പകരുവാനായി രാജാവിൻ്റെ മുന്നിൽ പുലിക്കൂട്ടങ്ങളുമായി എത്തി ആ രാജാവിന് ഭഗവത്ഗീത പോലെ തന്നെ പ്രാധാന്യമുള്ള അയ്യപ്പഗീത, ഭൂതനാഥ ഗീത ഉപദേശിച്ച് കൊടുത്തത്. ആ ഭൂതനാഥ ഗീത ശ്രവിച്ച പുലിക്കൂട്ടങ്ങളുമായി എത്തിയ മണികണ്ഠകുമാരനെ കണ്ട് ഭയചകിതരായി നാലുപാടും ആളുകൾ ചിതറിയോടിയപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി. മണികണ്ഠകുമാരൻ്റെ പ്രത്യേകത ആദ്യം മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിരുന്നെങ്കിൽ രണ്ടാമതാ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ വളർത്തച്ഛനായ രാജശേഖര രാജാവാണ്. രാജശേഖര രാജാവ് മണികണ്ഠകുമാരനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അങ്ങ് ആരാണ് എന്നുള്ളത്. അങ്ങ് ആരാണ് എന്നുള്ള ചോദ്യം പലരോടും പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരമായി മണികണ്ഠകുമാരൻ പറയുന്ന ചോദ്യോത്തരങ്ങളാണ് ഭൂതനാഥ ഗീത. ആ ഭൂതനാഥ ഗീത ശ്രവിച്ച ആ രാജശേഖര രാജാവ് ഗുരുഭൂതന്മാരെ വരുത്തി ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിഷ്ഠകളും ചിട്ടകളും ആവതുകളും അരുതുകളും നടപ്പാക്കി സ്ഥാപിച്ച ക്ഷേത്ര സങ്കേതമാണ് ശബരിമല.